നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ 25-ന് നടന്ന ഒരു കോമൺ ലെവൽ കേരള PSC എക്സാമിൻ്റെ കണക്ക് ചോദ്യങ്ങളാണ്. സോ ഏതൊക്കെ പോസ്റ്റിലേക്കാണെന്നുള്ളത് ഞാൻ പറയാം. സർജൻറ്റ്, അസിസ്റ്റൻറ്റ് മാനേജർ, അസിസ്റ്റൻറ്റ്, ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്നീ പോസ്റ്റുകളിലേക്ക് ജൂലൈ 25-ന് നടത്തിയ എക്സാമാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ √2 + √7 ഡിവൈഡഡ് ബൈ √2 - √7 ഈസ്. ഇതെങ്ങനെ നമ്മൾ ചെയ്യും നോക്കിയാലോ. സോ √2 + √7 ഡിവൈഡഡ് ബൈ √2 - √7 ഇതിനെ നമുക്കൊരു എന്താ പറയുക, ഈസിലി കൺവേർട്ടബിൾ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റാൻ പറ്റും? ഒന്നുമില്ല, ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ a - b ആണെങ്കിൽ അതിൻ്റെ കോഞ്ചുഗേറ്റ് വരിക a + b ആണ്. a + b ആണെങ്കിൽ അതിൻ്റെ കോഞ്ചുഗേറ്റ് വരുന്നത് a - b. അതുപോലെ ഓക്കെ. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് വരിക √2 + √7ഉം √2 + √7 ആണ്. സോ മുകളിലും താഴെയും √2 + √7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. താഴെ a + b × a - b എന്നുള്ള ഫോർമാറ്റിലാവും. സോ അത് a² - b² ആവും. അതായത് 2 - 7 ആവും അല്ലേ. മുകളിലാണെങ്കിൽ a + b the whole square, അതായത് √2 + √7 the whole square. ഇതൊന്ന് സോൾവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടും ഇത് 2 + 7 അത് 9 ആവും, പ്ലസ് 2√14 ഡിവൈഡ് ബൈ -5 അല്ലേ. അപ്പോൾ നമുക്കിത് ഇൻറ്റിജർ അല്ല എന്തായാലും, അപ്പോൾ അതെടുത്ത് ദൂരെ കളയാം. റാഷണൽ നമ്പറും അല്ല. റാഷണൽ നമ്പർ പറഞ്ഞാൽ p/q ആവണം, പിയും ക്യൂവും ഇൻറ്റിജർ ആവണം, q ≠ 0. അപ്പോൾ ഇത് ന്യൂമറേറ്റർ എന്തായാലും ഒരു ഇൻറ്റിജർ അല്ല. പിന്നെയുള്ള ഓപ്ഷൻസ് ഇത് രണ്ടെണ്ണമാണ്. സോ ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു റൂട്ട് കണ്ടോ. ഈ റൂട്ട് വരുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും മുകളിൽ ഇൻറ്റിജർ ആവാൻ ചാൻസ് ഇല്ല. സോ റൂട്ടിനകത്ത് 40 എന്നുള്ള നമ്പറും ആയതുകൊണ്ട് അതൊരു പെർഫെക്റ്റ് സ്ക്വയറും അല്ല. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. ഇറ്റ്സ് എൻ ഇറാഷണൽ നമ്പർ. ഓക്കെ. അടുത്തത് കുറച്ച് സിമ്പിളായ ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ വാല്യൂ ഓഫ് -13 × -6 × -3. നോക്കിക്കേ, 3 മൈനസ് ഉണ്ട്. 3 തവണ മൈനസ് കൊണ്ട് ഗുണിക്കുമ്പോൾ അത് മൈനസ് തന്നെ ആയിട്ട് മാറും. മൈനസും മൈനസും പ്ലസ് ആവും. വീണ്ടും ഒരു മൈനസ് വരുമ്പം ആൻസർ മൈനസ് തന്നെ. അപ്പോൾ ഇതുമല്ല ഇതുമല്ല, ഇതിലേതോ ഒന്നാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ 3 × 6 തന്നെ ഗുണിക്കുമ്പോൾ 18 ആയി. സോ 22 ആയിരിക്കില്ല. ആൻസർ ഓപ്ഷൻ എ. ഓക്കെ, വേണമെങ്കിൽ ഗുണിച്ച് നോക്കാം. അടുത്തത്, അരുൺ സെൽസ് ഹിസ് TV അറ്റ് എ റേറ്റ് ഓഫ് ₹1540. അതായത് 1540 രൂപയാണ് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ്. ആൻഡ് ബേസ് എ ലോസ് ഓഫ് 30%, 30%. 1540 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% ലോസ് ഉണ്ടായി. അതായത് കോസ്റ്റ് പ്രൈസിൻ്റെ 70%-നാണ് അവൻ അത് വിറ്റത് അല്ലേ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് × 100/70 എന്ന് വരും. സെല്ലിംഗ് പ്രൈസ് 1540 × 100 ഡിവൈഡ് ബൈ 70 എന്ന് വരും. ഇനി at what rate should he sell his TV so that he gains a profit of 30%? സോ നമുക്കറിയാം 30% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മളുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 130/100 ഓഫ് കോസ്റ്റ് പ്രൈസ് ആയിരിക്കണം. സോ 130 ഡിവൈഡ് ബൈ 100 കോസ്റ്റ് പ്രൈസ് നമുക്ക് ഇവിടെ കിട്ടി. അത് 1540 × 100 ഡിവൈഡ് ബൈ 70 ആണ്. ഈ 100ഉം ഈ 100ഉം കട്ട് ചെയ്യാം, ഇതും കട്ട് ചെയ്യാം. പിന്നെ 7 ഇതിനകത്ത് 2 പ്രാവശ്യം പോയി, പിന്നെ ഓക്കെ 22 പ്രാവശ്യം പോയി. നമ്മുടെ ആൻസർ വരിക 130 × 22 ആണ്. ഓക്കെ, 23 6, 2 2 വരുന്നത്. 23 പിന്നെ 2 വരും. സോ 6 8 2 പിന്നെ ഒരു 0. നമ്മുടെ ആൻസർ വരിക 2860. ഓപ്ഷൻ എ. അടുത്തത്, ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹30,000 അറ്റ് 7%. നമ്മുടെ പി ആണ്, ഇത് ആർ ആണ്, ഇത് ഇൻട്രസ്റ്റ് ആണ്. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. A = P × 1 + R/100 അല്ലേ. എ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സമ്മാണ്, ടോട്ടൽ എമൗണ്ട് ആണ്, അതായത് P + I. സോ 30,000-നോടുകൂടി 4347 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 34,347 കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 30,000 × 1 + 7/100 ഈ n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് ലെഫ്റ്റിലേക്ക് എടുക്കുക, ഈ 30,000. സോ 30,000 ഇവിടെ വരും. ഇവിടെ 107 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, സോ ഇതിനെ 3യുടെ മൾട്ടിപ്ലൈ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്റർ 100 അല്ലേ. സോ ഇവിടുത്തെ ഡിനോമിനേറ്ററും ഒരു 100ൻ്റെ സ്ക്വയറോ അതിൻ്റെ ഒരു ക്യൂബോ ആക്കി മാറ്റാൻ പറ്റുമോ നോക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്കിത് 3 × 10,000 എന്ന് എഴുതാം.
അപ്പോൾ ഇതും 3 ഇൻറ്റു ഒരു നമ്പറായിട്ട് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിളാണ്. ഇത് സം ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 3യുടെ ഒരു മൾട്ടിപ്പിളാണ് കിട്ടുന്നത് കേട്ടോ, ഇൻഡിവിജ്വൽ ഡിജിറ്റ്സ്. സോ 3യുടെ മൾട്ടിപ്പിളാണ്. 3യുടെ ഏത് മൾട്ടിപ്പിളാണെന്ന് നമുക്ക് നോക്കാം. സോ 3 4 വരും, 3 വരും, 1 3 4 12, 1 വരുന്നു, 4 വരുന്നു, 2 7 9 27. സോ 11,449 വരും അല്ലേ. ഇത് 107 ഡിവൈഡഡ് ബൈ 100 ദ ഹോൾ റേസ് ടു n. നമുക്കറിയാം ഈ 100ൻ്റെ സ്ക്വയർ ആണിത്. സോ 107ൻ്റെ സ്ക്വയർ ആണോ ഇതെന്ന് ചെക്ക് ചെയ്യാം. സോ 107 ഇൻറ്റു 107 ചെയ്യുന്ന സമയത്ത് 7 വരും, 0 0 0 107 9 4 7 14, ബാക്കി 1 1 1. ഓക്കെ, 11,449. സോ നമ്മുടെ n വരുന്നത് എത്ര ആയിരിക്കും? 2 ആയിരിക്കും കേട്ടോ. n = 2. ഓപ്ഷൻ ഡി. അടുത്തത് എ ബി സി ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 40 60 ആൻഡ് 80 ഡേയ്സ് റെസ്പെക്റ്റീവ്ലി. ദ സ്റ്റാർട്ടഡ് വർക്കിംഗ് ടുഗദർ. നമുക്കിത് LCM മെത്തേഡ് വെച്ച് ചെയ്യാം. അതിനു മുമ്പേ ഇഫ് എ ആൻഡ് ബി ലെഫ്റ്റ് 11 days ആൻഡ് 8 days ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് വർക്ക്, ഇൻ ഹൗ മെനി ഡേയ്സ് ദേ വിൽ കംപ്ലീറ്റ് ദ വർക്ക്? ദേ വിൽ, അതായത് അവർ 3 പേരും കംപ്ലീറ്റ് ചെയ്യുന്നതാണോ അല്ല സി മാത്രമാണോ? 3 പേരും കംപ്ലീറ്റ് ചെയ്യുന്ന വർക്കാണെങ്കിൽ നമുക്ക് ഇത് മാത്രം മതി അല്ലേ. ഈ 3 ദിവസങ്ങൾ മാത്രം എയുടെയും ബിയുടെയും ഡേയ്സ്, സിയുടെയും ഡേയ്സ് മാത്രം മതി. പക്ഷേ ക്വസ്റ്റ്യൻ എനിക്കിവിടെ ക്ലിയർ ആയിട്ടില്ല. എന്നാലും നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു സി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് വിചാരിച്ചെന്ന് തോന്നുന്നു. സി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ജോലിയും ചെയ്ത് തീർക്കും? നമുക്ക് നോക്കാം. എ 40 ദിവസം കൊണ്ട്, ബി 60 ദിവസം കൊണ്ട്, സി 80 ദിവസം കൊണ്ട്. സോ ഇതിൻ്റെ LCM വരുന്നത് 240 ആയിരിക്കും. അതായത് നമ്മുടെ ടോട്ടൽ വർക്ക്. സോ 40ൻ്റെ അപ്പം എഫിഷ്യൻസി കിട്ടി 240/40 6 ആയിരിക്കും എയുടെ എഫിഷ്യൻസി. ബിയുടെ എഫിഷ്യൻസി പറയുന്നത് 4 ആയിരിക്കും. സിയുടെ എഫിഷ്യൻസി വരുന്നത് 3 ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം. സി എന്നത് എക്സ് ദിവസം കൊണ്ട് ആ ജോലി കംപ്ലീറ്റ് ആയിട്ട് തീർന്നെന്ന് വിചാരിക്കുക. 3 പേരുള്ളതിൽ സി ഫുൾ ഡേ ഉണ്ടായെന്ന് വിചാരിക്കുക, എക്സ് ഡേയ്സ്. സോ എയും ബിയും സിയും ഉണ്ട്. സി എക്സ് ഡേയ്സ് വർക്ക് ചെയ്തു. ബി ആണെങ്കിൽ എത്ര ദിവസം മുന്നേ പോയി? 8 ദിവസം മുന്നേ പോയി. അപ്പം x - 8 ദിവസമാണ് ബി വർക്ക് ചെയ്തത്. എ ആണെങ്കിൽ 11 ദിവസം മുന്നേ പോയി. അതായത് എ വർക്ക് ചെയ്തത് x - 11 ദിവസമാണ്. സോ x - 11 ദിവസം കൊണ്ട് എയുടെ എഫിഷ്യൻസി എത്രയാ? 6 പ്ലസ് x - 8 ദിവസം കൊണ്ട് ബിയുടെ എഫിഷ്യൻസി അത്ര 4 പ്ലസ് എക്സ് ദിവസം കൊണ്ട് സിയുടെ എഫിഷ്യൻസി എത്ര? 3. എത്ര വർക്ക് ഉണ്ട് ടോട്ടൽ? 240 യൂണിറ്റ് വർക്ക് ഉണ്ട്. ഇത് തീർത്തു എന്നാണ് പറയുന്നത്. സോ എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. 6x - 66 പ്ലസ് 4x - 32 പ്ലസ് 3x = 240. ഈ 3xും 4xും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എനിക്കത് 4 3 7 6 13x ആയി. -8 98 = 240. സോ 13x = 240 പ്ലസ് 98 എന്ന് കിട്ടും. 8 9 13, ബാക്കി 2 1 3 അല്ലേ. സോ എക്സ് = ഈ 338നെ 13 കൊണ്ട് ഹരിക്കാം, 26 കിട്ടി. പിന്നെ 13 78, എനിക്ക് തോന്നുന്നു 13 6 78. സോ എക്സ് = 26. എനിക്ക് തോന്നുന്നു സിയുടെ ഡേയ്സ് ആയിരിക്കണം ചോദിച്ചിരിക്കുന്നത്. സി എത്ര ദിവസം കൊണ്ടായിരിക്കും ആ ജോലി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ? സി എത്ര ദിവസം കൊണ്ടായിരിക്കും? 26 ദിവസം കൊണ്ടായിരിക്കും. സോ ഇവിടെ ആൻസർ, എൻ്റെ ഒരു ഇതിനകത്ത് ആൻസർ സി ആണ്. പക്ഷേ ഫൈനൽ ആൻസർ കീ വന്നതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അടുത്തത് ദ റേഷ്യോ ഓഫ് 2 നമ്പേഴ്സ് എ ആൻഡ് ബി. എ ഡിവൈഡ് ബി അല്ലെങ്കിൽ A/B എന്ന് പറയുന്നത് 3:7 ആണ്. സോ ആഫ്റ്റർ ആഡിങ് 9 ടു ഈച്ച് അതർ, അതായത് 2 നമ്പേഴ്സിനോടുകൂടി 9 കൂടി. അപ്പോൾ A + 9ഉം ഇത് B + 9ഉം ആയിട്ട് മാറി. റേഷ്യോ 9/17 ആയി. നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ന്യൂമറേറ്റർ 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, ഡിനോമിനേറ്റർ 7ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. സോ നമുക്കിതിനകത്ത് ഏതെങ്കിലും ഓപ്ഷൻ എടുത്ത് കളയാൻ പറ്റുമോ? ഇതെടുത്ത് കളയാം. കാരണം ഇവിടെ 8 എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഓക്കെ, പിന്നെയുള്ളതൊക്കെ ഓക്കെ, അത് ഓക്കെയാണ്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ A + 9, അതായത് ഫസ്റ്റ് നമ്പറിനോട് കൂടി 9 കൂട്ടി കഴിയുമ്പോൾ അതൊരു 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ന്യൂമറേറ്ററിനോട് കൂടി ഒരു 9 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ അത് 17ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. സോ 17ൻ്റെ മൾട്ടിപ്പിൾ 17 ഉണ്ട്, 34 ഉണ്ട്, 51 ഉണ്ട്, അങ്ങനെ പോകും. സോ നമുക്ക് നോക്കാം. 21നോട് കൂടി 9 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 30 ആണ്. 30 17ൻ്റെ മൾട്ടിപ്പിൾ അല്ല, അപ്പോൾ ഇതുമല്ല. പിന്നെ 35 ഉണ്ട്, 35നോട് കൂടി 17
9 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 44 കിട്ടി, അതും 17 മൾട്ടിപ്പിൾ അല്ല, അപ്പോൾ ഇതും ആയിരിക്കില്ല. പിന്നെ 42 ഉണ്ട്, 42നോട് കൂടി 9 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 51 കിട്ടി, സോ 17 മൾട്ടിപ്പിൾ ആണ്. സോ ഒബ്വിയസ്ലി ഡി ആയിരിക്കും ആൻസർ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വഴി വെച്ച് ചെയ്ത് നോക്കാം. അതായത് a/b എന്ന് പറയുന്നത് 3/7 ആണ്. a+9 ഡിവൈഡ് ബൈ b+9 എന്ന് പറയുന്നത് 9/17 ആണ്. ഇതൊന്ന് സോൾവ് ചെയ്യാം നമുക്ക്. ഇത് 17a പ്ലസ് 17 × 9 ഇസിക്കൽ ടു 9b പ്ലസ് 81. ഈ 17 × 9 എന്ന് പറയുന്നത് 3 ബാക്കി 6, 1 8 8 6 14 അല്ലേ, സോറി 17 × 9 അല്ലേ, 17 × 8 അല്ലല്ലോ. 17 × 9 എന്ന് പറയുമ്പോൾ ബാക്കി 6 15 153 വരും. സോ 17a പ്ലസ് 153 ഇസിക്കൽ ടു 9b പ്ലസ് 81. സോ 9b മൈനസ് 17a ഇസിക്കൽ ടു, ഇതിന് ഞാൻ റൈറ്റിലേക്ക് എടുക്കുന്നു, 81 ലെഫ്റ്റിലേക്ക് എടുക്കുന്നു. സോ 81 ഉണ്ട്, 153 ഉണ്ട്, 2 8 7. സോ ഇത് 72 എന്ന് കിട്ടും അല്ലേ. അതായത് 153 81 കുറച്ചു, അതെനിക്ക് 72 കിട്ടി. ഇനി ഈ 9b നമുക്ക് എവിടെയെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഈ വാല്യൂവിൽ ഈ ഇക്വേഷനിൽ നിന്നും 7a ഇസിക്കൽ ടു 3b ആണെന്നറിയാം. രണ്ട് ഭാഗത്തും ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ 21a ഇസിക്കൽ ടു 9b എന്ന് കിട്ടി. സോ 9bയുടെ വാല്യൂ എനിക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഇത് 9 ആണേ, 9b എന്ന് പറയുമ്പോൾ അത് 21a ആണ്. സോ 21a മൈനസ് 17a ഇസിക്കൽ ടു 72 എന്ന് കിട്ടും. ഇത് 4a ഇസിക്കൽ ടു 72, a ഇസിക്കൽ ടു ഒരു 4 3 8, a ഇക്വൽ ടു 18 എന്ന് കിട്ടും. സോ നമ്മുടെ ന്യൂമറേറ്ററിലുള്ള നമ്പർ എത്രയാണ്? 18 ആണ്. സോ 18, ഡി മാത്രമേ ഉള്ളൂ. ആൻസർ ഇസ് ഡി. അടുത്തത്, ഇഫ് ട്രെയിൻ TRAIN ഈസ് കോഡഡ് ആസ് 3 4 5 6 7. നിങ്ങളോട് റെയിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതറിയാം, ഈ ട്രെയിനകത്ത് തന്നെ ഒരു റെയിൻ കിടപ്പുണ്ട്. ഇനി നിങ്ങൾ വേറെ അന്വേഷിച്ചിട്ടൊന്നും പോകണ്ട, ഇതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ ബി ആയിരിക്കും, 4 5 6 7. അടുത്തൊരു ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണേ, നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത്. ഓക്കെ, ഗോവൻ ഈസ് ഫേസിങ് നോർത്ത്. ഗോവൻ നോർത്തിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നു. ദെൻ ഹി ടേൺസ് 45 ഡിഗ്രി ഇൻ ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് പറയുമ്പോൾ റൈറ്റിലേക്കാണ്, 45 ഡിഗ്രി ഇവിടത്തേക്ക് തിരിഞ്ഞു. ദെൻ അഗെയിൻ ടേൺസ് 180 ഡിഗ്രി ഇൻ ദ സെയിം ഡയറക്ഷൻ. 180 ഡിഗ്രി ഏത് ഡയറക്ഷനിൽ തിരിഞ്ഞാലും പുള്ളി നേരെ ഓപ്പോസിറ്റ് എത്തും. ഓക്കെ, ഇവിടെ എത്തി 180 ഡിഗ്രി പറയുമ്പോൾ. ഇനി ഹി ദെൻ ടേൺസ് 45 ഡിഗ്രി ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആൻറ്റി ക്ലോക്ക് വൈസ് പറയുമ്പോൾ ഇങ്ങോട്ട് 45 ഡിഗ്രി, അപ്പോൾ ഇവിടെ എത്തും. ഫൈൻഡ് ദ ഡയറക്ഷൻ ഹി ഈസ് ഫേസിങ് നൗ. ഇപ്പോൾ എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്? സൗത്തിലേക്ക്. ഓപ്ഷൻ എ. അടുത്തത് കലണ്ടറിൻ്റെ ക്വസ്റ്റ്യൻ. ജാനുവരി 20 2030 സൺഡേ ആണെങ്കിൽ ജാനുവരി 4 2028 ഏത് ദിവസമാണ്? ഇതിനിടയ്ക്ക് ഏതൊക്കെ ഇയർ ഉണ്ട്? ആകെ 2029 മാത്രമേ ഉള്ളൂ അല്ലേ. സോ നമുക്കറിയാം 2030 2029. ഇതിനകത്ത് ലീപ്പ് ഇയറിൻ്റെ കേസ് എവിടെ വരുന്നത്? ഇവിടെ മാത്രം അല്ലേ. 2028 ഒരു ലീപ്പ് ഇയർ ആണ്. സോ 2020 2030 സോറി ജനുവരി 20 2030 ഞായറാഴ്ച ആണെങ്കിൽ ജനുവരി 20 2029 എത്ര ആയിരിക്കും? ഇതിൽ നിന്നൊന്ന് കുറച്ചാൽ മതി, അത് സാറ്റർഡേ ആയിരിക്കും. അതുപോലെ ഈ ജനുവരി 20 2029 സാറ്റർഡേ ആണെങ്കിൽ ജനുവരി 20 കണ്ടുപിടിക്കാൻ നമുക്ക് ജനുവരി 20 2028 എത്ര ആയിരിക്കും? ഈ സാറ്റർഡേയിൽ നിന്ന് -1 അല്ല -2 കുറക്കണം. എന്തുകൊണ്ടാണ്? അതൊരു ലീപ്പ് ഇയറിൻ്റെ എഫക്റ്റ് അവിടെ വരുന്നത് കൊണ്ട്. ഓക്കെ, സാറ്റർഡേയുടെ 2 ദിവസം കുറച്ച് കഴിഞ്ഞാൽ ഫ്രൈഡേ, പിന്നെ തേഴ്സ്ഡേ. ജനുവരി 20 നമുക്ക് തേഴ്സ്ഡേ ആണെങ്കിൽ 20 7 കുറച്ചേ എത്ര കിട്ടും? 13. അതും തേഴ്സ്ഡേ ആയിരിക്കും. ഒരു 7 കൂടി കുറച്ചേ 6, അതും തേഴ്സ്ഡേ ആയിരിക്കും അല്ലേ. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് 4 ആണ്. സോ 5 4 ജനുവരി 5 വെനസ്ഡേ ആയിരിക്കും, ജനുവരി 4 ട്യൂസ്ഡേ ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ സി. അടുത്തത് XY എന്ന് പറയുന്നത് 22 ആണ്. x² + y² 100 ആണ്. നിങ്ങളോട് x + y ആണ് ചോദിച്ചേക്കുന്നത്. ഒന്നുമില്ല, നമുക്ക് ഇക്വേഷൻസ് അറിയാം. x + y ഹോൾ² എന്ന് പറഞ്ഞാൽ x² + 2xy + y² ആണ്. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ x² + y² + 2xy എന്ന് കിട്ടും. ഈ x² + y² നമുക്ക് തന്നിട്ടുണ്ട്, അത്രയാണ് 100. ഈ x² +
ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 100. അതെത്ര? 100. സോ 2 ഇൻറ്റു എക്സ് വൈ നമുക്ക് തന്നിട്ടുണ്ട്. അതെത്ര? 22. സോ ഇത് 100 പ്ലസ് 44 വരും, 144. സോ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 144 ആയിരിക്കും. 12 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ഡി. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക് യു.